നമസ്കാരം. മോദി അനുകൂലികൾ തള്ളിമറിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് കാര്യവിവരമുള്ളവർക്ക് പണ്ടേ അറിയാമെങ്കിലും കുറെ പേരെയെങ്കിലും വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ 5-ാമതാണെന്നും ഉടനെ 3-ാമതെത്തുമെന്നുമൊക്കെയുള്ളതായിരുന്നു തള്ളിമറിക്കൽ. എന്നാൽ ലോകപ്രസിദ്ധമായ ഫോബ്സ് മാസിക പറയുന്നത് മറ്റൊന്നാണ്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച അമേരിക്കൻ ബിസിനസ് മാഗസിനായ ഫോബ്സ് 200 രാജ്യങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. മൊത്തം ആഭ്യന്തര ഉൽപാദനം അഥവാ GDP അടിസ്ഥാനമാക്കിയുള്ള പട്ടികയാണ് ഫോബ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ കണക്ക് പ്രകാരമാണ് ഇത് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. 2024 പ്രതിശീർഷ GDP പ്രകാരമുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 10 രാജ്യങ്ങളുടെ പട്ടികയാണ് ഫോബ്സ് പുറത്തുവിട്ടത്. യൂറോപ്പിൽ നിന്ന് 5 രാജ്യങ്ങളും ഏഷ്യയിൽ നിന്ന് 4 രാജ്യങ്ങളും വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് US-ഉമാണ് പട്ടികയിൽ ആദ്യ 10-ൽ ഇടം പിടിച്ചിരിക്കുന്നത്. 2024 നവംബറിലെ ഏറ്റവും പുതിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന പ്രതിശീർഷ GDP-യും ശക്തമായ സമ്പദ് വ്യവസ്ഥയുമുള്ള ലക്സംബർഗാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം. 1.3% വാർഷിക വളർച്ചാ നിരക്കുള്ള ലക്സംബർഗ് ബാങ്കിംഗ്, സ്റ്റീൽ തുടങ്ങിയ മേഖലകളിലെ കുതിപ്പാണ് 1-ാം സ്ഥാനത്തെത്തിച്ചതെന്നാണ് ഫോബ്സ് പറയുന്നത്. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കാൻ രാഷ്ട്രം എന്നതിനപ്പുറം സൗജന്യ പൊതുഗതാഗതം നൽകുന്ന ആദ്യ രാജ്യവും ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നുമാണ് ലക്സംബർഗ്. തൊട്ടു പിന്നിൽ ഏഷ്യൻ രാജ്യമായ സിംഗപ്പൂരാണ്. ബിസിനസ്സുകൾക്കും വ്യാപാര കേന്ദ്രങ്ങൾക്കുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നാണ് സിംഗപ്പൂർ. മക്കാവോ ആണ് ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ളത്. തൊട്ടു പിന്നാലെ അയർലൻഡ് 4-ാം സ്ഥാനത്തും, ഖത്തർ 5-ാം സ്ഥാനത്തും, നോർവേ 6-ാം സ്ഥാനത്തും, സ്വിറ്റ്സർലൻഡ് 7-ാം സ്ഥാനത്തും, ബ്രൂണൈ 8-ാം സ്ഥാനത്തും, അമേരിക്ക 9-ാം സ്ഥാനത്തും, ഡെൻമാർക്ക് 10-ാം സ്ഥാനത്തുമാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. 200 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 129-ാം സ്ഥാനമാണുള്ളത്. ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യമായ സൗത്ത് സുഡാൻ ആണ് പട്ടികയിൽ 200-ാം സ്ഥാനത്തുള്ളത്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ പ്രതിശീർഷ GDP പരിഗണിക്കുന്നുണ്ടാകാം. ഈ ലേഖനത്തിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കണക്കാക്കിയ പ്രകാരം പ്രതിശീർഷ GDP അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും സമ്പന്നമായ 10 രാജ്യങ്ങളെ ഞങ്ങൾ പട്ടികപ്പെടുത്തുന്നു എന്നാണ് ഫോബ്സ് അവകാശപ്പെട്ടത്. എന്നിരുന്നാലും നിങ്ങൾ ചൈനയുടെയോ US-ന്റെയോ പ്രതിശീർഷ GDP-ക്കായി തിരയുകയാണെങ്കിൽ ഈ ലിസ്റ്റ് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയേക്കാം. കാരണം മുകളിൽ ഉയർന്നു വരുന്ന രാജ്യങ്ങൾ ഭൂപടത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളാണ് എന്നും അവരുടെ വിലയിരുത്തലിനെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ GDP ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം അളക്കുന്നു. ഈ സംഖ്യയെ മുഴുവൻ സമയ താമസക്കാരുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ സാധാരണ ജനങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് നമുക്ക് ഏകദേശ രൂപം ലഭിക്കും. എന്നിരുന്നാലും ഒരു രാജ്യത്തിന്റെ സമ്പത്തിന്റെ കൂടുതൽ കൃത്യമായ അളവുകൾ പണപ്പെരുപ്പ നിരക്കും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവും പരിഗണിക്കുന്നു. 2 ഘടകങ്ങളും പരിഗണിക്കുന്നതിലൂടെ ഞങ്ങൾ പർച്ചേസിംഗ് പവർ പാരിറ്റി കണക്കാക്കുന്നു എന്നാണ് അവരുടെ വാദം. തൊഴിലില്ലായ്മ 40 വർഷത്തിനിടയിൽ കണ്ടിട്ടില്ലാത്ത നിലയിൽ നിൽക്കുന്ന ഇന്ത്യയെ ലോക സമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ആദ്യ 5-ൽ എത്തിച്ച തള്ള് എമ്മാതിരി തള്ളാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ.